ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിലുള്ള മോനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലഡിൽ കൗണ്ട് കൂടിയിട്ട് ഇൻഫെക്ഷനായിട്ട് അങ്ങനെ അവന് ഡ്രിപ്പ് കയറ്റുന്നുണ്ട് ആൻറ്റിബയോട്ടിക്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവൻ കരയാൻ തുടങ്ങി, കളിക്കുന്ന കാറ് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അച്ഛൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടിട്ടില്ല. പിന്നെ അച്ഛനും മോനും താഴെ പോയി കിച്ചൺ സെറ്റെല്ലാം വാങ്ങി വന്ന് അതുകൊണ്ട് അവൻ കളിച്ചു. പിന്നെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് വരുമ്പോഴേക്ക് സിസ്റ്റർ വന്നു, വീണ്ടും ആൻറ്റിബയോട്ടിക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ അവന് 2 ഭാഗത്ത് മുടിയെല്ലാം കെട്ടിക്കൊടുത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനെ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് അച്ഛനും അമ്മയും വന്നു. അങ്ങനെ ഇവൻ നാനീനോട് എന്തെല്ലോ വിശേഷമെല്ലാം പറയുന്നുണ്ട്. എൻ്റെ അമ്മേനെ ഇവൻ നാനി എന്നാണ് പറയാം. ആ സമയത്താണെങ്കിൽ ഏട്ടൻ വീട്ടിലേക്കും പോയി. പിന്നെ ഞാനും മോനും കൂടി പുറത്തുനിന്ന് ഒളിച്ച് കളിക്കുന്ന. അങ്ങനെ എന്നാൽ ഞാനെണ്ണുമ്പം അവൻ ഒളിച്ച് ആ സന്തോഷമാണ് നീ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ പറഞ്ഞു ഞാനീ ഒളിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടി കളിക്കുന്നുണ്ട്. പിന്നെ അവർ വരുമ്പം നൂൽപുട്ടും മുട്ടയും കൊണ്ടുവന്നിന് മോന്. അപ്പോൾ അതെല്ലാം അമ്മ കൊടുത്ത് ഉച്ചയാകുമ്പോഴേക്ക് അച്ഛനും അമ്മയും കൂടിയിട്ട് പോയി. അപ്പോൾ ഇവൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ വാവയ്ക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് കളറിങ് ബുക്കെല്ലാം വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് കളറെല്ലാം ചെയ്ത് ഉച്ചയാകുമ്പോഴേക്ക് മോനങ്ങ് ഉറങ്ങി. പിന്നെ ഏട്ടൻ ടി വിയും കണ്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവനെ എങ്ങനെയെങ്കിലും എണീപ്പിക്കാൻ നോക്കുന്ന, ഇല്ലെങ്കിൽ നമ്മളെ രാത്രി ഉറങ്ങാൻ വിടൂല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവൻ പറഞ്ഞ അച്ഛനോട് എന്നെ ട്രോളിയിൽ അങ്ങ് ഉന്തണം എന്ന് പറഞ്ഞിട്ട് ട്രോളിയിലെല്ലാം ഉന്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ടി വിയിൽ പാട്ട് കേട്ടപ്പോൾ ഡാൻസ് കളിക്കുന്നു. എന്നിട്ട് ഞാൻ അവന് മേലെല്ലാം കഴിച്ചു കൊടുത്ത് അച്ഛനും മോനും ടി വി കാണുന്ന. പിന്നെ അവൻ്റെ അച്ഛൻ കാറെല്ലാം വാങ്ങിക്കൊടുത്തിന് അവൻ കരഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സന്തോഷമാണ് നീ കാണിക്കുന്നത് അച്ഛനോട്. എന്നിട്ട് അപ്പുറത്തെ റൂമിലുള്ള കുട്ടീൻ്റെ കൂടെ കളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് സിസ്റ്റർ വന്നു. സിസ്റ്റർ ടെമ്പറേച്ചർ നോക്കാൻ വന്നത്. അപ്പോൾ ഇവനോട് എന്തെല്ലോ ചോദിക്കുന്നതെല്ലാം ഉണ്ട്. അങ്ങനെ അതിന് ഇവൻ ആൻസറെല്ലാം പറയുന്നുമുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആവി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചോളാം എന്നിട്ട് അവൻ തന്നെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസമാണ് തോന്നിയത് ഇവൻ പറഞ്ഞു വീണ്ടും കളിക്കുന്ന സാധനം വേണമെന്ന്. അങ്ങനെ എന്നാൽ അച്ഛനും മോനും താഴെ പോയി കളിക്കുന്ന ടൈഗറെല്ലാം വാങ്ങി വന്ന് അതുകൊണ്ട് ലേശ സമയം കളിച്ച്. പിന്നെ രാത്രി ആയപ്പോൾ അവനോട് പറഞ്ഞു വാ നമുക്ക് വരാന്തയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തപ്പം അപ്പുറത്തെ എക്സിബിഷൻ ഉണ്ടായിന്. അപ്പം അതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നെയും കൂട്ടി പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എക്സിബിഷനൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വിശ്വാസമായില്ല. അവൻ കണ്ട് വിശ്വസിച്ച് പിന്നെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ എന്തെല്ലോ കുരുത്തക്കടയെല്ലാം കളിക്കുന്നുണ്ട്. ചെരുപ്പെല്ലാം എന്നാൽ തട്ടി മാറ്റി. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ വരുന്നുണ്ടേ മോനെന്ന് പറഞ്ഞപ്പോൾ ഓനൊരു പ്രശ്നമില്ല. അങ്ങനെ പിന്നെ പാട്ടെല്ലാം പാടി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മൂത്തച്ഛൻ ഇവനെ കാണാൻ വന്നു. അപ്പം മൂത്തച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തെ റൂമിൽ കുട്ടിക്ക് കളിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടേനും വെച്ചിട്ട്. അപ്പോൾ അത് ഹെലികോപ്റ്ററും ട്രെയിനെല്ലാം ഉണ്ട്. അപ്പോൾ ഇവൻ ഹെലികോപ്റ്ററും കളിക്കുന്ന അപ്പുറത്തെ റൂമിലെ കുട്ടിയുണ്ട്. നഴ്സിംഗ് സ്റ്റുഡൻ്റാണത്. അപ്പോൾ അവളോട് എന്തെല്ലോ പറയുന്നതെല്ലാം ഉണ്ട്. പിന്നെ ഇതിൽ എൻ്റെ അച്ഛനും അമ്മയും വരുന്നതിന് തലേ ദിവസം ഇവൻ്റെ മൂത്തച്ഛനും മൂത്തമ്മയും കാണാൻ വന്നതിന്. അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇവൻ കളിയെല്ലാം കഴിഞ്ഞ് ഇവൻ്റെ അച്ഛൻ പോയിട്ട് കഞ്ഞിയെല്ലാം വാങ്ങിക്കൊടുത്ത് ഞാനും ഏട്ടനും കഞ്ഞി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മൂത്തച്ഛൻ കാണാൻ വന്നു. അപ്പോൾ അച്ഛനും മൂത്തച്ഛനും കൂടി എന്തെല്ലോ സംസാരിക്കുന്നതിലുണ്ട്. അങ്ങനെ ഇവനെ ഞാൻ മേലെല്ലാം കഴിച്ചു കൊടുത്ത് സ്പൈഡർമാനാന്ന് പറഞ്ഞിട്ട് ടീപ്പോയിൻ്റെ മുകളിൽ കയറിയിട്ട് തുള്ളുന്നു. പിന്നെ ഇവൻ പറഞ്ഞു വീണ്ടും കളിക്കുന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആംബുലൻസെല്ലാം വാങ്ങി വന്ന് അതുകൊണ്ട് ലേശ സമയം കളിച്ച് ആ ടീപ്പോയിൽ കിടന്ന് എക്സസൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഡേ ഡിസ്ചാർജ് ആവുന്ന ഡേ ഇവൻ കസേരയെല്ലാം തട്ടി താഴെയിട്ട് ത്രെഡ്മില്ലാന്നെല്ലാം പറഞ്ഞ് അതിൽ കളിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അച്ഛനും മോനും കൂടിയിട്ട് എന്തെല്ലോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു പൊന്നെ അമ്മയെന്നെല്ലാം വിളിച്ച് ഉമ്മെല്ലാം തരുന്നുണ്ട്. അങ്ങനെ ഞാൻ അവനും കൊടുത്ത് എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചു അമ്മയെ കൈക്ക് കുത്തിയത് എപ്പോൾ അയക്കുമോ. ഞാൻ പറഞ്ഞു ഇപ്പം അയക്കും മോനെ ഡിസ്ചാർജ് ആകുമ്പോൾ അയക്കും എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ആ റൂമിലേക്ക് പോയി ബ്ലോക്സ് കൊണ്ട് കളിക്കുന്നുണ്ട് നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ കൂടെ. അങ്ങനെ ഡിസ്ചാർജിൻ്റെ ബില്ലെല്ലാം അടച്ചതിന് ശേഷം പിന്നെ സിസ്റ്റർ വന്നു ഇത് ക്യാനിൽ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പം മോനാണെങ്കിൽ ഭയങ്കര പേടി, ഇത് കുത്തുവാന്നോ അയക്കുവാന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല. അപ്പം ഞാനും ഏട്ടനും പറഞ്ഞു മോനെ ഇത് അയക്കുന്ന നമ്മൾ വീട്ടിലേക്ക് പോകുന്നതെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.